നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ എന്ന ആ സിനിമ കേരളത്തിൽ നിന്നും പുറത്തോട്ട് പോയി. ചിത്രം നമ്മളുടെ കൈവിട്ട് പോയി. ഇപ്പോൾ സിനിമയെ ബോളിവുഡും തൂക്കി. ഇനിയിപ്പോൾ കൊറിയയിലേക്കും സിനിമ പോവുകയാണെന്നാണ് കേൾക്കുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ ഈ സിനിമ പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ മലയാളത്തിലെ ഒരു ചാനൽ ഈ സിനിമയ്ക്കെതിരെ ചില ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരുന്നു. ചിത്രത്തിലെ ബ്ലഡ് എന്ന ഫസ്റ്റ് സിംഗിൾ പുറത്തു വന്നു കഴിഞ്ഞാണ് വിവാദവുമായി മീഡിയ വൺ ചാനൽ രംഗപ്രവേശം ചെയ്തത്. ഡബ്സി പാടിയ വേർഷൻ മാറ്റി അതേ വേർഷൻ സന്തോഷ് വെങ്കിയെ കൊണ്ട് പാടിച്ചു പുറത്തിറക്കി. സന്തോഷ് വെങ്കിയുടെ വേർഷനാണത്രേ സിനിമയിൽ ഉപയോഗിച്ചത്. ശരിയാണ്, ഡബ്സിയുടെ വേർഷൻ വേണ്ടത്ര ക്ലച്ച് പിടിച്ചില്ല എന്ന് നിർമ്മാതാക്കൾക്ക് തോന്നിയത് കൊണ്ടാകാം അവർ സന്തോഷ് വെങ്കിയെ കൊണ്ട് വീണ്ടും പാടിച്ചത്. ഡബ്സിയുടെ പാട്ടിൽ രണ്ടാം ഭാഗത്ത് വരികൾ വ്യക്തമല്ല, പാടുന്നത് ഒരു അലർച്ചയായാണ് കേൾക്കുന്നത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ കമൻറ്റുകൾ വന്നിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടെല്ലാം കൂടിയായിരിക്കാം ഡബ്സിയെ മാറ്റിയത്. ബ്ലഡിനെ ചൊല്ലി ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വരുന്നത് ഡബ്സിക്ക് നേരെയുള്ള ഒരു ഗൂഢാലോചനയാണ് എന്നായിരുന്നു മീഡിയ വണ്ണിൻ്റെ ആരോപണം. എന്നാൽ ഈ രണ്ട് വേർഷനും ഇപ്പോൾ യൂട്യൂബിലുണ്ട്. നല്ലതേതാണ് മോശം ഏതാണ് എന്നൊന്നും പരിശോധിക്കാനല്ല ഈ വീഡിയോ. എങ്ങനെയാണ് ഈ ഗൂഢാലോചന തിയറി ഉണ്ടായത്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം മീഡിയ വൺ കൊണ്ടുവരുന്നത്, ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഡബ്സി തന്നെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതൊന്ന് കേട്ടു നോക്കൂ. മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമനെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ വളരെ നടന്ന് എയറിലുണ്ട്. ഇതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർക്ക് ഞാൻ ചോദിച്ച കായ് അവർക്ക് തന്ന് ഞാൻ പോയി പ്ലേ ബാക്കൊക്കെ പാടി കൊടുത്ത് പോന്നു. അതിനുശേഷം ഞാൻ അത് റിമൂവ് ചെയ്യേ, അത് വെക്ക്, അതിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. ഇതിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സംഭവമായിട്ടും പറയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ഐ എം ജസ്റ്റ് എ പ്ലേ ബാക്കിംഗ് എന്നുള്ളൊരു മൂഡിൽ മാത്രമാണ് പാട്ട് ചെയ്തത്. അതിന്റെ കമ്പോസറും മറ്റേ ഇതൊന്നും ഞാനല്ല. അപ്പോൾ അതിന്റെ പോരായ്മകൾ തീർക്കല് ആ വ്യക്തിയുടെ ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ്. ലൈക്ക് എ ഡയറക്ടർ, ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്. സോ ഇറ്റ്സ് ഇതിനെ ബാധിക്കുന്ന കേസല്ലാന്ന് പറയാം. ഒരു വ്യക്തികളോട് പോയിട്ട് പോലും അയാൾ ചോദിച്ച കാശ് കിട്ടി. അതിനുശേഷം അത് റിമൂവ് ചെയ്യുകയോ വിൽക്കുകയോ അതിലൊന്നും അയാൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ഡബ്സി തന്നെ പറഞ്ഞത്. പിന്നെ ആർക്കാണ് പ്രശ്നം? മീഡിയ വണ്ണിനാണ് പ്രശ്നം. കുത്തിത്തിരിപ്പ്. ഈ കുത്തിത്തിരിപ്പും ഗൂഢാലോചനയും മീഡിയ വൺ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഉണ്ണി മുകുന്ദൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ജന്മദിനാശംസ നേർന്നപ്പോൾ തുടങ്ങിയതാണ് അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ ഈ ചൊരുക്കും കുത്തിത്തിരിപ്പും. ഉണ്ണിയെ അവർ തന്നെ സംഖ്യയാക്കി, അവർ തന്നെ സമാജം സ്റ്റാറാക്കി. ഉണ്ണി മുകുന്ദൻ ഒരു ഇൻ്റർവ്യൂവിൽ അയാളുടെ രാഷ്ട്രീയം എന്താണ് എന്ന് പറയുന്നത് നാം കേട്ടതാണ്. ദേശീയതയാണ് അയാളുടെ രാഷ്ട്രീയമെന്ന് അയാൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പോരാത്തതിന് ഉണ്ണി വളർന്നത് ഗുജറാത്തിൽ, പോരെ പുകില്. ഏതോ ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ചെറുപ്പത്തിൽ തങ്ങളുടെ കോളനിയിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി വന്നിരുന്നു എന്നൊക്കെ കൂടി പറഞ്ഞതോടെ മീഡിയ ഫണ്ടിൻ്റെ മാത്രമല്ല സുഡാപ്പികളുടെയും കുരുപൊട്ടി. മേപ്പടിയാൻ എന്ന ഒരു സിനിമ വന്നു. ആ മേപ്പടിയാൻ എന്ന സിനിമയിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കൂടി കണ്ടതോടെ ഉണ്ണിയെ ഇവന്മാരെല്ലാം കൂടി വർഗീയനാക്കി. നോക്കണം എത്ര വേഗമാണ് കേരളത്തിൽ നമ്മൾ ഓരോരുത്തർക്കും പട്ടം ചാർത്തി കൊടുക്കുന്നത്. ആർക്കും ഏത് രാഷ്ട്രീയവുമാകാം, പക്ഷേ ഇവിടെ ആരും BJP ആയിക്കൂടാ. ഇങ്ങനെ പറഞ്ഞ് ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരെയൊക്കെ ഇവർ BJP ആക്കി. പിന്നീടാണ് മാളികപ്പുറം സിനിമ എത്തുന്നത്. മാളികപ്പുറം കൂടി എത്തിയതോടെ ഉണ്ണി മുകുന്ദന് നേരെയുള്ള മീഡിയ വണ്ണിൻ്റെ ചൊറിച്ചിൽ കുറച്ചുകൂടി കൂടി. മാളികപ്പുറം ഒരു ഭക്തി സിനിമയൊന്നുമല്ല. എന്നാൽ ചിത്രം കണ്ട ആർക്കെങ്കിലുമൊക്കെ ഒരു ഭക്തി പാരവശ്യം തോന്നിയാൽ എന്തു ചെയ്യാൻ പറ്റും? പിന്നെ ഒരു സിനിമ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ നിർമ്മാതാവും സംവിധായകനുമല്ലേ. ഇനി മാളികപ്പുറം ഒരു ഭക്തി സിനിമയാണെങ്കിൽ തന്നെ എന്താണ് കുഴപ്പം? മലയാളത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല ആ ജോണറിൽ സിനിമ വരുന്നത്. പണ്ടൊക്കെ വർഷത്തിൽ 1-2 ഭക്തി സിനിമ മലയാളത്തിൽ നിർബന്ധമായിരുന്നു. മെറിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി എടുത്തിട്ടുള്ളതുപോലെ ഭക്തി സിനിമകളൊന്നും ആരും ഇതുവരെ എടുത്തിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ഇന്നായിരുന്നുവെങ്കിൽ സുബ്രഹ്മണ്യം മുതലാളിയൊക്കെ ഈ മാതിരി ചാനലിൽ നിന്ന് കേൾക്കുവാനിടയുള്ള തെറിയും പുതിയ പേരുകളുമൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. സംഘപരിവാർ നേതാക്കളുടെ കൂടെ പോയതാണ് ഉണ്ണി മുകുന്ദന് പറ്റിയ തെറ്റ് എന്നാണ് അടുപ്പുകൂട്ടി ചർച്ചക്കാർ പറയുന്നത്. അതാണ് അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ പ്രശ്നം.
അപ്പോൾ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ പോകണം എന്നാണോ ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ ആവശ്യം? അങ്ങനെ പോയാൽ അപ്പോൾ തന്നെ ഉണ്ണി മതേതരനാകുമോ? മറ്റൊരു ആരോപണം ഭക്തി കച്ചവടച്ചരക്കാക്കുന്നു, ഭക്തിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ അന്നുണ്ടായിരുന്ന ആരോപണം. ഭക്തിയെ ആരും വിൽക്കുന്നില്ലേ? ആരും കച്ചവടച്ചരക്കാക്കുന്നില്ലേ? അമ്പലനടയിലെ കടകളിൽ ദൈവങ്ങളുടെ ഫോട്ടോ വിൽക്കുന്നത് വരെ വേണമെങ്കിൽ നമുക്ക് ഭക്തി കച്ചവടമാണ് എന്ന് പറയാം, ഇല്ലേ? അത് വാങ്ങുന്നവന് അതൊരു കച്ചവടമാണ് എന്ന് തോന്നാത്തിടത്തോളം ആർക്കതിനെ കുറ്റം പറയാൻ പറ്റും? ശബരിമല സീസൺ തന്നെ എടുക്കൂ. കേരളത്തിലെ ഏറ്റവും നല്ല കച്ചവട സീസണുകളിൽ ഒന്നാണ് ശബരിമല സീസൺ. ഇനി രസകരമായ ഒരു കാര്യം കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. മാളികപ്പുറത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ ജയ് ഗണേഷ് എന്നൊരു സിനിമ അനൗൺസ് ചെയ്തു. രഞ്ജിത്ത് ശങ്കർ ആയിരുന്നു ആ ചിത്രത്തിൻ്റെ സംവിധായകൻ. ചിത്രം ഓഗസ്റ്റിൽ റിലീസാകുകയും ചെയ്തു. ഇനി ഈ ശബ്ദരേഖ ഒന്ന് കേട്ടു. ഇപ്പോൾ ഗണപതിയെ വിമർശിച്ച അല്ലെങ്കിൽ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞവർ നാളെ കൃഷ്ണനും ശിവനും ഒക്കെ മിത്താണെന്ന് പറയും എന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ്റെ പരാമർശം. ഇപ്പോഴിതാ വിവാദത്തിന് പിന്നാലെ ഉണ്ണി മുകുന്ദൻ ഗണപതിയായി എത്തുന്ന ഒരു സിനിമയുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ജയ് ഗണേഷ് എന്നും മറ്റുമാണ് ആ ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഉണ്ണി മുകുന്ദൻ അങ്ങനെയാണ് പല റിപ്പോർട്ടുകളും വരുന്നത് ലേഖനങ്ങളിലൊക്കെ. കേട്ടില്ലേ? ഈ സിനിമ അനൗൺസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വർക്കും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മീഡിയ വൺ ജയ് ഗണേഷ് എന്ന ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ ഗണപതി ആയിട്ടാണ് വേഷമിടുന്നത് എന്ന് വരെ ഇവർ ഒരു കളിയാക്കലയോടെയാണ് പറഞ്ഞു വെക്കുന്നത്. മീഡിയ വണ്ണിൻ്റെ ഈ പരിപാടി വരുന്നത് സ്പീക്കറുടെ ഗണപതി മിത്ത് കേരളത്തിൽ വലിയ വിവാദമായ സമയത്തുമായിരുന്നു. സ്വാഭാവികമായും ഉണ്ണി മുകുന്ദനും സുരേഷ് ഗോപിയും അനുശ്രീയും ഒക്കെ അതിനെതിരെ പ്രതികരിച്ചിരുന്നു. അത് തന്നെ വലിയൊരു ക്രൈം ആണെന്ന മട്ടിലായിരുന്നു അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ പ്രതികരണം. എന്നാൽ ജയ് ഗണേഷ് എന്ന സിനിമയോ? ജയ് ഗണേഷ് എന്ന സിനിമ തന്നെ വീൽ ചെയറിൽ ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരു അംഗപരിമിതൻ്റെ കഥയായിരുന്നു. എന്തൊരു കഷ്ടമാണ് എന്ന് നോക്കൂ ഇവരുടെ ഓരോ കണ്ടെത്തലുകൾ. എന്നാൽ 2022 ഉണ്ണി മുകുന്ദൻ തന്നെ നിർമ്മിച്ച് അഭിനയിച്ച ഷെഫീഖിൻ്റെ സന്തോഷം എന്നൊരു സിനിമ റിലീസ് ചെയ്തിരുന്നു. അതിൽ ഉണ്ണി മുകുന്ദൻ ഷെഫീഖ് എന്ന ക്യാരക്ടറായിരുന്നു ചെയ്തത്. പക്ഷേ ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ അത് കാണുകയോ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയോ ചെയ്തില്ല. എന്താ കാരണം? എങ്ങനെയെങ്കിലും സമൂഹത്തിൽ വർഗീയത കുത്തിവെക്കണം. അതിന് ഉണ്ണി മുകുന്ദനെ ഒരു കരുവാക്കണം. മാർക്കോ എന്ന ഏറ്റവും പുതിയ ഉണ്ണി മുകുന്ദൻ സിനിമയും അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഈ കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ ചെയ്യുന്നത് കണ്ടു. മാർക്കോ സിനിമയും വലിയ കുഴപ്പമാണ് എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഗർഭിണിയുടെ വയറ്റിൽ നിന്നും കുഞ്ഞിനെ എടുക്കുന്ന മാർക്കോയിലെ ആ സീൻ അത് 2022 ഗുജറാത്ത് കലാപത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മീഡിയ വണ്ണിലെ അജിംസിൻ്റെ പുതിയ കണ്ടുപിടുത്തം. അതായത് ഗുജറാത്ത്, ഗർഭിണി, ശൂലം, ഭ്രൂണം, ആ പഴയ തിയറി ഉണ്ടല്ലോ, അതിപ്പോഴും യുവമാർ വിട്ടിട്ടില്ല. എന്നാൽ ഈ ഗുജറാത്ത്, ഗർഭിണി, ശൂലം, ഭ്രൂണം തിയറിയുടെ സത്യാവസ്ഥ മീഡിയ വണ്ണിന് അറിയാഞ്ഞിട്ടല്ല. അന്ന് ഗുജറാത്ത് കലാപത്തിൽ മരണമടഞ്ഞ ഗർഭിണിയായിരുന്ന കൗസർ ബാനോയുടെ വയറ് കലാപകാരികൾ കീറി 9 മാസം ഗർഭിണിയായിരുന്ന കൗസർ ബാനുവിൻ്റെ ഭ്രൂണത്തെ ഒരു വാളുകൊണ്ട് പുറത്തെടുത്ത് കത്തുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നായിരുന്നു കൗസർ ബാനുവിൻ്റെ നാത്തൂൻ മൊഴി കൊടുത്തത്. എന്നാൽ സത്യം എന്തായിരുന്നു? കൗസർ ബാനുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ JS കനോറിയ അദ്ദേഹം പറഞ്ഞത് കൗസർ ബാനുവിൻ്റെ ഉള്ളിലെ ഭ്രൂണം തികച്ചും ഇൻടാക്റ്റ് ആയിരുന്നു എന്നായിരുന്നു. അതായത് ഒരു കേടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. സ്പെഷ്യൽ കോടതിയിൽ ഡോക്ടർ JS കനോറിയ കൊടുത്ത റിപ്പോർട്ടിൽ 2002 മാർച്ച് 2 ഡോക്ടർ ഓട്ടോപ്സി നടത്തിയത് എന്നും ഭ്രൂണത്തിന് 2500 ഗ്രാം തൂക്കവും 45 സെൻറ്റിമീറ്റർ നീളവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, പോസ്റ്റ്മോർട്ടവും വിറ്റ്നസിൻ്റെ ക്രോസ് എക്സാമിനേഷനും പുറത്തു കൊണ്ടുവന്നത് കൗസർ ബാനു ഭയവും ഷോക്കും അതേപോലെ ശ്വാസം മുട്ടിയുമാണ് മരിച്ചത് എന്നായിരുന്നു. അവരുടെ ശരീരത്തിൻ്റെ അകത്തോ പുറത്തോ ഒരു പരിക്കുകളും ഉണ്ടായിരുന്നില്ല. ഇതാണ് മീഡിയ വൺ ഇപ്പോഴും പാടി നടക്കുന്ന കഥ. ആ ഗുജറാത്ത് കഥയാണത്രേ മാർക്കോ സിനിമയിൽ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് പ്രേരകമായത് എന്ന്. എന്നോ മരിച്ചുപോയ സവർക്കറേയും മാർക്കോ സിനിമയിലേക്ക് അടുപ്പുകൂട്ടി ചർച്ചക്കാർ കൊണ്ടുവരുന്നുണ്ട്. ഇനി മറ്റൊരു ആശാൻ്റെ പേര് നിഷാദ് എന്നാണ്. ഈ ആശാൻ പറയുന്നത് അക്രമം വലതുപക്ഷത്തിൻ്റെ മാത്രം ഒരു ആശയമാണ് എന്നാണ്. അക്രമം വലതുപക്ഷത്തിൻ്റെ ഒരു പ്രധാന സംഗതിയാണ് എന്നും അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു സവർക്കറിൻ്റെ ആശയമെന്നും വരെ ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഭാഗ്യം, കേരളത്തിൽ ഇടതുപക്ഷവും ഒരക്രമവും നടത്തുന്നില്ലല്ലോ അല്ലേ? എല്ലാ അക്രമവും നടത്തുന്നത് വലതുപക്ഷമാണല്ലോ. കേരളത്തിൽ അരങ്ങേറിയിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ എല്ലാത്തിൻ്റെയും ഒരറ്റത്ത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്നത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അല്ലേ? ഇനി ഇവരുടെ ഈ ആരോപണത്തിലേക്ക് വന്നാൽ
മാർക്കോ എന്ന സിനിമയിൽ വലിയ വയലൻസ് ഉണ്ട്, അത് ആരെയും കാണിക്കാൻ കൊള്ളില്ല, അതൊക്കെയാണ് അവരുടെ പ്രധാന ആരോപണങ്ങൾ. ശരിയാണ്, മാർക്കോ എന്ന സിനിമയിൽ വയലൻസ് ഉണ്ട്, അതിനെ അവർ മാർക്കറ്റ് ചെയ്യുന്നുമുണ്ടാകാം. പക്ഷേ ഇതൊരു സിനിമ മാത്രമാണ് എന്ന് തിരിച്ചറിയാത്തവർ അവർ മനോരോഗികളാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾക്ക് വയലൻസ് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട, അത്ര തന്നെ. വയലൻസ് മാത്രമല്ലല്ലോ സിനിമയിൽ, അതിലെന്തൊക്കെ കാണിക്കുന്നു അതെല്ലാം നമ്മുടെ സമൂഹത്തിലുമില്ലേ? സമൂഹത്തിൽ നടക്കുന്നതല്ലേ സിനിമയിൽ കാണാറുള്ളൂ. മാർക്കോയിൽ ഒറ്റ വെട്ടിന് ഒരാളെ കൊല്ലുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ 51 വെട്ട് വരെ വെട്ടി മനുഷ്യനെ കൊല്ലുന്ന യാഥാർത്ഥ്യം നമ്മുടെ ഇപ്പുറത്തില്ലേ? പഠിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് ഒരു അധ്യാപകനെ നിഷ്കരുണം വെട്ടിക്കൊന്ന യാഥാർത്ഥ്യം അതും നമ്മുടെ മുമ്പിലില്ലേ? കാമുകന് കഷായത്തിൽ വിഷം കൊടുത്തു കൊന്ന കാമുകി, സയനൈഡ് കൊടുത്ത ഒരു കുടുംബത്തെ തന്നെ തീർത്ത് കളഞ്ഞ വേറൊരു സ്ത്രീ, മന്ത്രവാദത്തിന് വേണ്ടി 2 സ്ത്രീകളെ ബലി കഴിച്ച ഇലന്തൂർ നരഹത്യയും ഇങ്ങ് കേരളത്തിൽ തന്നെയാണ്. കേരളത്തിലെ ഒരു അധ്യാപകൻ്റെ കൈവെട്ടി മാറ്റിയത് അയാളുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ? അങ്ങനെ എണ്ണി എണ്ണി പറയാൻ എന്തൊക്കെ നമ്മുടെ കൺമുൻപിൽ നടന്നിരിക്കുന്നു. പലപ്പോഴും സിനിമയിൽ കാണിക്കുന്നതിനേക്കാൾ ക്രൂരവും പൈശാചികവുമാണ് യഥാർത്ഥ ജീവിതത്തിലെ വയലൻസും അക്രമവും എല്ലാം. ഒന്നും നമ്മുടെ കൺമുൻപിൽ അരങ്ങേറുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വയലൻസിനെയും അക്രമത്തെയും ന്യായീകരിക്കുകയല്ല, പക്ഷെ സത്യം അതാണ്. സിനിമയെ സിനിമ മാത്രമായി കാണുവാൻ കഴിയണം. അതിന് കഴിയാത്തവർ അത് കാണാതെ ഇരിക്കുക. സെൻസർ ബോർഡ് ഒരു സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ചുമ്മാതൊന്നുമില്ല, അത് കാണിക്കുവാൻ അനുവദിക്കപ്പെട്ടവരെ മാത്രം കാണിക്കുവാൻ വേണ്ടിയാണ്. OTT ഒക്കെ വ്യാപകമായതിനു ശേഷം നമ്മുടെ പിള്ളേരൊക്കെ കൊറിയൻ സിനിമ തന്നെയാണ് കാണുന്നത്. എന്തേ, കൊറിയൻ സിനിമകളിലൊന്നും വയലൻസ് ഇല്ലേ? അതേ ഉള്ളൂ കൊറിയൻ സിനിമയിലൊക്കെ. വയലൻസിൻ്റെ അങ്ങേയറ്റമാണ് ഈ കൊറിയൻ സിനിമകൾ. റൗണ്ടപ്പും അസാസിനേഷനും ഒക്കെ വയലൻസിൻ്റെ ആ അങ്ങേയറ്റത്തെ സിനിമകൾ തന്നെയാണ്. ടെലിഗ്രാമിലൊക്കെ ഏത് സിനിമ എങ്ങനെ കിട്ടുമെന്നൊക്കെ പിള്ളേർക്ക് വളരെ നന്നായിട്ടറിയാം. ഏത് കോണ്ടൻറ്റും എവിടെ നിന്നും ആക്സസ് ചെയ്യാമെന്നിരിക്കെ നമ്മൾ വയലൻസാണ്, പിള്ളേർ വഴിതെറ്റിപ്പോവും, അതുകൊണ്ട് അവരെ ഇതൊക്കെ കാണിക്കരുത് എന്നൊക്കെ പറയുന്നത് ബാലിശം മാത്രമാണ് എന്നേ പറയാൻ പറ്റൂ. ആത്യന്തികമായി ഇത് സിനിമയാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കുമുണ്ട്. അങ്ങനെ തിരിച്ചറിയാത്തവർക്ക് വഴിതെറ്റുവാൻ സിനിമ തന്നെ വേണമെന്നൊന്നുമില്ല. സത്യത്തിൽ ഒരു കാര്യം പറയാതെ വയ്യ, മീഡിയ ഫണ്ടിൻ്റെ ഈ അടുപ്പ് കൂട്ടി ചർച്ചയ്ക്ക് അവർ കൊടുത്തിരിക്കുന്ന പേരുണ്ടല്ലോ, അതാര് കൊടുത്തതാണെങ്കിലും അവർക്കൊരു കുതിരപ്പവൻ സമ്മാനം കൊടുക്കണം. ഇത്രയും ആപ്റ്റായ, ഇത്രയും അനുയോജ്യമായ ഒരു പേര് ആ പരിപാടിക്ക് വേറെ ഉണ്ടാകില്ല. ഔട്ട് ഓഫ് ഫോക്കസ്, അതാണ് ആ പേര്. പറയുന്ന എല്ലാ കാര്യങ്ങളും, ചർച്ച ചെയ്യുന്ന സർവത്ര തമാശകളും ഇതുപോലെ ഔട്ട് ഓഫ് ഫോക്കസായി പോകുന്ന, ഔട്ട് ഓഫ് ഫോക്കസായി പോയ വേറൊരു പരിപാടി വേറൊരു ചാനലിലുമില്ല. എല്ലാം സർവത്ര ഔട്ട് ഓഫ് ഫോക്കസ്. ഇവർക്ക് ഫോക്കസ് കറക്റ്റായ ഒരു കണ്ണട ആരെങ്കിലും വാങ്ങിക്കൊടുക്കുവാൻ തയ്യാറാകണം എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളൂ. ഈ വീഡിയോയുടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.